ശാന്തി. പ്രഭാതമുരളി 23/4/25. ബാബ്ദാദ, മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഇപ്പോൾ നാടകം പൂർത്തിയാകുന്നു. വീട്ടിലേക്ക് തിരിച്ചു പോകണം. കലിയുഗ അന്ത്യത്തിനു ശേഷം വീണ്ടും സത്യയുഗം റിപ്പീറ്റാകും. ഈ രഹസ്യം എല്ലാവർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കൂ. ചോദ്യം: ആത്മാവ് പാർട്ട് അഭിനയിച്ച് ക്ഷീണിച്ചു പോയി. ക്ഷീണത്തിൻ്റെ മുഖ്യ കാരണമെന്താണ്? ഉത്തരം: വളരെയധികം ഭക്തി ചെയ്തും അനേകം ക്ഷേത്രങ്ങൾ നിർമ്മിച്ചും ധനം ചിലവഴിച്ചും ഉന്തിത്തള്ളലുകൾ ഏറ്റേറ്റ് സതോ പ്രധാന ആത്മാവ് തമോ പ്രധാനമായി മാറി. തമോ പ്രധാനം ആകുന്നത് കാരണം തന്നെയാണ് ദുഃഖിതരായത്. ഏതെങ്കിലും കാര്യത്താൽ ഏതെങ്കിലും മടുപ്പ് ഉണ്ടാകുമ്പോഴാണ് ക്ഷീണം ഉണ്ടാകുന്നത്. ഇപ്പോൾ ബാബ വന്നിരിക്കുന്നു എല്ലാ ക്ഷീണവും അകറ്റുന്നതിന് വേണ്ടി. ഓം ശാന്തി. ആത്മീയ ബാബ ആത്മീയ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. ആ ഒന്നിൻ്റെ നാമം എന്താണ്? ശിവൻ. ഇവിടെ ഇരിക്കുന്ന കുട്ടികൾക്ക് നല്ല രീതിയിൽ ഓർമ്മ ഉണ്ടായിരിക്കണം. ഈ ഡ്രാമയിൽ എന്താണോ എല്ലാവരുടെയും പാർട്ട്, അത് ഇപ്പോൾ പൂർത്തിയാകുന്നു. നാടകം പൂർത്തിയാകാറാകുമ്പോൾ എല്ലാ ആക്ടേഴ്സും മനസ്സിലാക്കുന്നു നമ്മുടെ പാർട്ട് ഇപ്പോൾ പൂർത്തിയാവുകയാണ്. ഇനി വീട്ടിലേക്ക് പോകണം. കുട്ടികളായ നിങ്ങൾക്കും ബാബ ഇപ്പോൾ അറിവ് നൽകി. ഈ അറിവ് മറ്റാർക്കുമില്ല. ഇപ്പോൾ ബാബ നിങ്ങളെ വിവേകശാലികളാക്കിയിരിക്കുന്നു. കുട്ടികളെ, ഇപ്പോൾ നാടകം പൂർത്തിയാകുന്നു. ഇപ്പോൾ വീണ്ടും പുതിയതായി ചക്രം തുടങ്ങേണ്ടതുണ്ട്. പുതിയ ലോകത്തിൽ സത്യയുഗമായിരുന്നു. ഇപ്പോൾ പഴയ ലോകത്തിൽ ഇത് കലിയുഗത്തിൻ്റെ അന്തിമമാണ്. ആർക്കാണോ ബാബയെ ലഭിച്ചത് ആ നിങ്ങൾ മാത്രമാണ് അറിയുന്നത്. പുതിയതായി ആര് വരുന്നുവോ അവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കണം. ഇപ്പോൾ നാടകം പൂർത്തിയാകുന്നു. കലിയുഗത്തിൻ്റെ അന്തിമത്തിന് ശേഷം സത്യയുഗം വീണ്ടും റിപ്പീറ്റ് ആകണം. ഇത്രയും പേർ ആരെല്ലാം ഉണ്ടോ അവർക്ക് തൻ്റെ വീട്ടിലേക്ക് തിരികെ പോകണം. ഇപ്പോൾ നാടകം പൂർത്തിയാകുന്നു. ഇതിലൂടെ മനുഷ്യർ വിചാരിക്കുന്നു പ്രളയമുണ്ടാകുമെന്ന്. നിങ്ങൾക്കറിയാം പഴയ ലോകത്തിൻ്റെ വിനാശം എങ്ങനെ സംഭവിക്കുന്നു. ഭാരതം അവിനാശി ഖണ്ഡമാണ്. ബാബയും ഇവിടെയാണ് വരുന്നത്. മറ്റെല്ലാ ഖണ്ഡങ്ങളും ഇല്ലാതാകും. ഈ ചിന്ത മറ്റാരുടെയും ബുദ്ധിയിൽ വരുന്നില്ല. ബാബ കുട്ടികളായി നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. ഇപ്പോൾ നാടകം പൂർത്തിയാവുകയാണ്. വീണ്ടും റിപ്പീറ്റ് ആകേണ്ടതുണ്ട്. മുൻപ് നാടകം എന്ന പേര് തന്നെ നിങ്ങളുടെ ബുദ്ധിയിൽ ഉണ്ടായിരുന്നില്ല. ഇത് സൃഷ്ടി നാടകമാണെന്നും ഇതിൽ നമ്മൾ അഭിനേതാക്കളാണ് എന്നും പറയുക മാത്രമാണ് ചെയ്തിരുന്നത്. മുൻപ് ഞാൻ എന്ന് പറയുമായിരുന്നപ്പോൾ ശരീരത്തെയായിരുന്നു മനസ്സിലാക്കിയിരുന്നത്. ഇപ്പോൾ ബാബ പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ബാബയെ ഓർമ്മിക്കൂ. ഇപ്പോൾ നമുക്ക് തിരികെ വീട്ടിലേക്ക് പോകണം. അതാണ് സ്വീറ്റ് ഹോം. ആ നിരാകാരി ലോകത്തിൽ നമ്മൾ ആത്മാക്കൾ വസിക്കുന്നു. ഈ ജ്ഞാനം ഒരു മനുഷ്യരിലുമില്ല. ഇപ്പോൾ നിങ്ങൾ സംഗമത്തിലാണ്. ഇപ്പോൾ നമുക്ക് തിരികെ പോകേണ്ടതുണ്ട് എന്നറിയാം. പഴയ ലോകം സമാപ്തമാകുമ്പോൾ ഭക്തിയും സമാപ്തമാകുന്നു. ആദ്യം ആരാണ് വരുന്നത്? എങ്ങനെ ഈ ധർമ്മം നമ്പർ വാറായി വരുന്നു? ഈ കാര്യങ്ങൾ ഒരു ശാസ്ത്രങ്ങളിലുമില്ല. ബാബ പുതിയ കാര്യങ്ങളാണ് മനസ്സിലാക്കിച്ചു തരുന്നത്. ഇതാർക്കും തന്നെ മനസ്സിലാക്കിച്ചു തരുവാൻ സാധിക്കില്ല. ബാബയും ഒരു തവണ വന്ന് മനസ്സിലാക്കിച്ചു തരുന്നു.
ജ്ഞാനസാഗരനായ ബാബ വരുന്നത് തന്നെ ഒരു തവണയാണ്. എപ്പോഴാണോ പുതിയ ലോകത്തിൻ്റെ സ്ഥാപനയും പഴയ ലോകത്തിൻ്റെ വിനാശവും ചെയ്യേണ്ടതായിട്ടുള്ളത്. ബാബയുടെ ഓർമ്മയോടൊപ്പം ഈ ചക്രവും ബുദ്ധിയിലുണ്ടായിരിക്കണം. ഇപ്പോൾ നാടകം പൂർത്തിയാകുന്നു. നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. പാർട്ട് അഭിനയിച്ച് നമ്മൾ ക്ഷീണിച്ചു പോയി. ധനവും ചെലവഴിച്ചു. ഭക്തി ചെയ്ത് നമ്മൾ സതോ പ്രധാനത്തിൽ നിന്നും തമോ പ്രധാനമായി. ലോകം തന്നെ പഴയതായിപ്പോയി. നാടകം പഴയത് എന്ന് പറയുമോ? ഇല്ല. നാടകം ഒരിക്കലും പഴയതാകുന്നില്ല. നാടകം നിത്യവും പുതിയതാണ്. ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ലോകമാണ് പഴയതാകുന്നത്. നമ്മൾ ആക്ടേഴ്സ് തമോ പ്രധാനവും ദുഃഖിതരുമായി മാറുന്നു, ക്ഷീണിച്ചു പോകുന്നു. സത്യയുഗത്തിൽ ക്ഷീണിക്കുകയില്ല. ഏതെങ്കിലും കാര്യത്തിൽ ക്ഷീണിക്കുകയോ മടുപ്പ് ഉണ്ടാകുന്നതിൻ്റെയോ കാര്യമില്ല. ഇവിടെയാകട്ടെ അനേകം പ്രകാരത്തിൽ മടുപ്പ് കാണേണ്ടി വരുന്നു. നിങ്ങൾക്കറിയാം, ഈ പഴയ ലോകം സമാപ്തമാകണം. ബന്ധുക്കളുടെയും മറ്റും ഓർമ്മ വരുവാൻ പാടില്ല. ഒരു ബാബയെ മാത്രം ഓർമ്മിക്കണം. അതിലൂടെയാണ് വികർമ്മം വിനാശമാകുന്നത്. വികർമ്മം വിനാശമാകുന്നതിന് മറ്റൊരു ഉപായവുമില്ല. ഗീതയിലും മന്മനാഭവ എന്ന വാക്കുണ്ട്. എന്നാൽ അർത്ഥം ആർക്കും മനസ്സിലാക്കുവാൻ കഴിയില്ല. ബാബു പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, സമ്പത്തിനെയും ഓർമ്മിക്കൂ. നിങ്ങൾ വിശ്വത്തിൻ്റെ അവകാശികൾ, അതായത് അധികാരിയായിരുന്നു. ഇപ്പോൾ നിങ്ങൾ വിശ്വത്തിൻ്റെ അവകാശി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എത്ര സന്തോഷമുണ്ടായിരിക്കണം. ഇപ്പോൾ നിങ്ങൾ കൗടിയിൽ നിന്നും വജ്രതുല്യം ആയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നിങ്ങൾ വന്നിരിക്കുന്നത് തന്നെ ബാബയിൽ നിന്നും സമ്പത്ത് നേടുവാനാണ്. നിങ്ങൾക്കറിയാം, എപ്പോഴാണോ കലകൾ കുറയുന്നത് അപ്പോൾ പുഷ്പങ്ങളുടെ പൂന്തോട്ടം വാടിപ്പോകുന്നു. ഇപ്പോൾ നിങ്ങൾ ഗാർഡൻ ഓഫ് ഫ്ലവർ ആകുന്നു. സത്യയുഗം ഗാർഡനാണ്. അപ്പോൾ എത്ര സുന്ദരമാണ്. പിന്നെ മെല്ലെ മെല്ലെ കലകൾ കുറഞ്ഞു വരുന്നു. 2 കലകൾ കുറഞ്ഞു. ഗാർഡൻ വാടിപ്പോയി. ഇപ്പോഴാണെങ്കിൽ മുള്ളുകളുടെ കാടായി മാറി. നിങ്ങൾക്കറിയാം, ലോകത്തിലുള്ളവർക്ക് യാതൊന്നും അറിയില്ല. ഈ ജ്ഞാനം നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് പുതിയ ലോകത്തിലേക്ക് വേണ്ടിയുള്ള പുതിയ ജ്ഞാനമാണ്. പുതിയ ലോകം സ്ഥാപിക്കുന്നയാൾ ബാബയാണ്. സൃഷ്ടിയുടെ രചയിതാവ് ബാബയാണ്. ഓർമ്മിക്കുന്നതും ബാബയെ തന്നെയാണ്. വന്ന് സ്വർഗം രചിക്കൂ, സുഖധാമം രചിക്കൂ. അപ്പോൾ തീർച്ചയായും ദുഃഖധാമത്തിൻ്റെ വിനാശം ഉണ്ടാകുമല്ലോ. ബാബ ദിവസവും മനസ്സിലാക്കിച്ചു തരുന്നു. അതിനെ ധാരണ ചെയ്ത് പിന്നെ മനസ്സിലാക്കിച്ചു കൊടുക്കണം. ഏറ്റവും ആദ്യം മുഖ്യമായും മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ട കാര്യമാണ് നമ്മുടെ അച്ഛൻ ആരാണ്, ആരിൽ നിന്നാണ് സമ്പത്ത് നേടേണ്ടതായിട്ടുള്ളത്. ഭക്തി മാർഗത്തിലും ഗോഡ് ഫാദറിനെ ഓർമ്മിക്കുന്നു. നമ്മുടെ ദുഃഖം ഹരിക്കൂ, സുഖം തരൂ എന്ന്. അപ്പോൾ കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിലും സ്മൃതി ഉണ്ടായിരിക്കണം. സ്കൂളിൽ സ്റ്റുഡൻസിൻ്റെ ബുദ്ധിയിൽ ജ്ഞാനം ഇരിക്കുന്നു, അല്ലാതെ വീടും കുടുംബവുമല്ല. സ്റ്റുഡൻറ് ലൈഫിൽ തൊഴിലിൻ്റെയും മറ്റും കാര്യങ്ങളുണ്ടായിരിക്കുന്നില്ല. പഠനം തന്നെയാണ് ഓർമ്മയുണ്ടായിരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ കർമ്മം ചെയ്തുകൊണ്ടും ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരുന്നു കൊണ്ടും ബാബ പറയുന്നു, ഇത് പഠിക്കൂ. സന്യാസിമാരെ പോലെ വീടും കുടുംബവും ഉപേക്ഷിക്കൂ എന്ന് പറയുന്നില്ല. ഇത് രാജയോഗമാണ്. ഇത് പ്രവൃത്തി മാർഗമാണ്. സന്യാസിമാരോടും നിങ്ങൾക്ക് പറയുവാൻ സാധിക്കും, നിങ്ങളുടേത് ഹഠയോഗമാണ്. നിങ്ങൾ വീടും കുടുംബവും ഉപേക്ഷിക്കുന്നു. ഇവിടെ ആ കാര്യമില്ല. ഈ ലോകം എത്ര മോശമായതാണ്, എങ്ങനെയായിരിക്കുകയാണ്.
ദരിദ്രരും മറ്റും എങ്ങനെ ജീവിക്കുന്നു? കാണുമ്പോൾ തന്നെ വെറുപ്പ് വരുന്നു. പുറത്തു നിന്നും ഏതെങ്കിലും വിസിറ്റേഴ്സ് വരികയാണെങ്കിൽ അവർക്ക് നല്ല നല്ല സ്ഥാനങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. ദരിദ്രരും മറ്റും എങ്ങനെയാണ് മാലിന്യത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നത് കാണിക്കുകയില്ല. ഇതാണെങ്കിൽ നരകം തന്നെയാണ്. എന്നാൽ അതിലും വ്യത്യാസം വളരെ ഉണ്ടല്ലോ. ധനികരായവർ എവിടെ കഴിയുന്നു, ദരിദ്രർ എവിടെ കഴിയുന്നു? കർമ്മങ്ങളുടെ കണക്കാണല്ലോ. സത്യയുഗത്തിൽ ഇങ്ങനെയുള്ള മലിനത ഉണ്ടായിരിക്കുന്നില്ല. അവിടെയും വ്യത്യാസമുണ്ടായിരിക്കും. ചിലർ സ്വർണത്തിൻ്റെ കൊട്ടാരമുണ്ടാക്കും, ചിലർ വെള്ളിയുടേത്, ചിലർ ഇഷ്ടികയുടേത്. ഇവിടെയാണെങ്കിൽ എത്ര ഖണ്ഡങ്ങളാണ്! ഒരു യൂറോപ്പ് ഖണ്ഡം തന്നെ എത്ര വലുതാണ്! അവിടെയാണെങ്കിൽ നമ്മൾ മാത്രമായിരിക്കും ഉണ്ടാവുക. ഇതും ബുദ്ധിയിലുണ്ടായിരിക്കുമെങ്കിൽ ഹർഷിതമുഖ അവസ്ഥ ഉണ്ടാകും. സ്റ്റുഡൻറ്റിൻ്റെ ബുദ്ധിയിൽ പഠനം തന്നെയായിരിക്കും ഓർമ്മയുണ്ടായിരിക്കുക, ബാബയും സമ്പത്തും. ഇത് മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. ഇനി അല്പം സമയമേ ഉള്ളൂ. അവർ പറയുന്നത് ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് വർഷങ്ങളെന്ന്. ഇവിടെയാണെങ്കിൽ കാര്യം തന്നെ 5000 വർഷത്തിൻ്റെതാണ്. കുട്ടികളായ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ രാജധാനി സ്ഥാപനമായിക്കൊണ്ടിരിക്കുന്നു. ബാക്കി മുഴുവൻ ലോകവും സമാപ്തമാകേണ്ടതുണ്ട്. ഇത് പഠനമാണല്ലോ. ബുദ്ധിയിൽ ഇത് ഓർമ്മയുണ്ടായിരിക്കട്ടെ. നമ്മൾ സ്റ്റുഡൻ്റാണ്. നമ്മളെ ഭഗവാൻ പഠിപ്പിക്കുന്നു. എങ്കിലും എത്ര സന്തോഷമുണ്ടായിരിക്കും. ഇതെന്തുകൊണ്ട് മറന്നു പോകുന്നു? മായ വളരെ പ്രബലമാണ്. അത് മറവി വരുത്തുന്നു. സ്കൂളിൽ എല്ലാ സ്റ്റുഡൻസും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അറിയുന്നുണ്ട് നമ്മളെ ഭഗവാനാണ് പഠിപ്പിക്കുന്നത്. അവിടെയാണെങ്കിൽ അനേകം പ്രകാരത്തിലുള്ള വിദ്യ പഠിപ്പിക്കപ്പെടുന്നു. അനേകം ടീച്ചേഴ്സും ഉണ്ട്. ഇവിടെയാണെങ്കിൽ ഒരേ ഒരു ടീച്ചറാണ്, ഒരേ ഒരു പഠനമാണ്. പിന്നെ സഹ അധ്യാപകരും തീർച്ചയായും വേണം. സ്കൂൾ ഒന്നാണ്, ബാക്കിയെല്ലാം ബ്രാഞ്ചസാണ്. പഠിപ്പിക്കുന്നത് ഒരു ബാബയാണ്. ബാബ വന്ന് എല്ലാവർക്കും സുഖം നൽകുന്നു. നിങ്ങൾക്കറിയാം, പകുതി കൽപ്പം നമ്മൾ സുഖം അനുഭവിക്കുന്നവരായി കഴിയും. അപ്പോൾ ഈ സന്തോഷവും ഉണ്ടായിരിക്കണം. ശിവ് ബാബ നമ്മളെ പഠിപ്പിക്കുന്നു. രചയിതാവായ ശിവ് ബാബ രചിക്കുന്നത് സ്വർഗമാണ്. നമ്മൾ സ്വർഗത്തിൻ്റെ അധികാരിയാകുന്നതിന് വേണ്ടി പഠിക്കുന്നു. എത്ര സന്തോഷം ഉള്ളിലുണ്ടായിരിക്കണം. ആ സ്റ്റുഡൻസും കഴിക്കുന്നു, കുടിക്കുന്നു, വീട്ടിലെ എല്ലാ ജോലികളും മറ്റും ചെയ്യുന്നു. ആരെങ്കിലും ഹോസ്റ്റലിലാണ് കഴിയുന്നതെങ്കിൽ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ഉണ്ടായിരിക്കും. സർവീസ് ചെയ്യുന്നതിന് വേണ്ടി പുത്രിമാർ പുറത്ത് കഴിയുന്നു. ഇങ്ങനെയെല്ലാമുള്ള മനുഷ്യരാണ് വരുന്നത്. ഇവിടെയാണെങ്കിൽ നിങ്ങൾ എത്ര സേഫായിരിക്കുന്നു. ആർക്കും ഉള്ളിൽ കയറാൻ സാധിക്കില്ല. ഇവിടെ ആരുടെയും കൂട്ടുകെട്ടില്ല. പതീതരോട് സംസാരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആരുടെയും മുഖം നോക്കേണ്ട ആവശ്യവുമില്ല. എന്നിട്ടും പുറത്ത് കഴിയുന്നവർ തീവ്രമായി പോയിക്കൊണ്ടിരിക്കുന്നു. എത്ര വണ്ടറാണ്! പുറത്ത് കഴിയുന്നവർ എത്ര പേരെ പഠിപ്പിച്ച് തനിക്ക് സമാനമാക്കി കൊണ്ടുവരികയും ചെയ്യുന്നു. ബാബ സമാചാരം ചോദിക്കുന്നു. എങ്ങനെയുള്ള പേഷ്യൻറ്റിനെയാണ് കൊണ്ടുവന്നത്? ചിലരാണെങ്കിൽ വളരെ മോശമായ പേഷ്യൻ്റാണ്. അപ്പോൾ അവരെ 7 ദിവസത്തെ ഭട്ടിയിൽ വയ്ക്കുന്നു. ഇവിടെ ഒരു ശൂദ്രനെയും കൊണ്ടുവരുവാൻ പാടില്ല. ഇത് മധുബനാണ്. ബ്രാഹ്മണരായ നിങ്ങളുടെ ഒരു ഗ്രാമം പോലെയാണ്. ഇവിടെ ബാബ കുട്ടികളായ നിങ്ങൾക്കിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. വിശ്വത്തിൻ്റെ അധികാരിയാക്കി മാറ്റുന്നു. ഏതെങ്കിലും ശൂദ്രനെ കൊണ്ടുവരികയാണെങ്കിൽ അവർ വൈബ്രേഷൻ മോശമാക്കും. കുട്ടികളായ നിങ്ങളുടെ പെരുമാറ്റവും വളരെ റോയലായിരിക്കണം.
മുന്നോട്ട് പോകുവേ, നിങ്ങൾക്ക് വളരെയധികം സാക്ഷാത്കാരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അവിടെ എന്തെല്ലാമാണ് ഉണ്ടാവുക എന്നത്. മൃഗങ്ങളും എത്ര നല്ലവയായിരിക്കും, എല്ലാം നല്ല വസ്തുക്കളായിരിക്കും. സത്യയുഗത്തിലെ ഒരു വസ്തുവും ഇവിടെ ഉണ്ടാവുക സാധ്യമല്ല. അവിടെ പിന്നെ ഇവിടെയുള്ള വസ്തുക്കളും ഉണ്ടായിരിക്കുകയില്ല. നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്, നമ്മൾ സ്വർഗത്തിന് വേണ്ടി പരീക്ഷ പാസ്സായിക്കൊണ്ടിരിക്കുന്നു. എത്ര പഠിക്കുമോ പിന്നെ പഠിപ്പിക്കുകയും ചെയ്യും. ടീച്ചറായി മറ്റുള്ളവർക്ക് വഴി പറഞ്ഞു കൊടുക്കുന്നു. എല്ലാവരും ടീച്ചേഴ്സാണ്. എല്ലാവരെയും പഠിപ്പിക്കണം. ഏറ്റവും ആദ്യം ബാബയുടെ തിരിച്ചറിവ് നൽകി പറഞ്ഞു കൊടുക്കണം. ബാബയിലൂടെ ഈ സമ്പത്ത് ലഭിക്കുന്നു. ഗീത ബാബയാണ് കേൾപ്പിച്ചത്. ഇത് പ്രജാപിത ബ്രഹ്മാവാണ്. അതിനാൽ ബ്രാഹ്മണരും ഇവിടെ ആവശ്യമാണ്. ബ്രഹ്മാവും ശിവബാബയിൽ നിന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ വിഷ്ണുപുരിയിലേക്ക് പോകുന്നതിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് നിങ്ങളുടെ അലൗകിക വീട്. ലൗകികം, പാരലൗകികം, പിന്നെ അലൗകികം. പുതിയ കാര്യങ്ങളാണല്ലോ. ഭക്തി മാർഗത്തിൽ ഒരിക്കലും ബ്രഹ്മാവിനെ ഓർമ്മിക്കുന്നില്ല. ബ്രഹ്മബാബ എന്ന് ആർക്കും പറയുവാൻ തോന്നുകയില്ല. ശിവബാബയെ ഓർമ്മിക്കുന്നു, ദുഃഖത്തിൽ നിന്നും മോചിപ്പിക്കൂ എന്ന്. അത് പാരലൗകിക ബാബയാണ്. ഇത് അലൗകികമാണ്. ഇദ്ദേഹത്തെ നിങ്ങൾ സൂക്ഷ്മവദനത്തിലും കാണുന്നു, പിന്നെ ഇവിടെയും കാണുന്നു. ലൗകിക അച്ഛനെ ഇവിടെ കാണുവാൻ കഴിയുന്നു. പാരലൗകിക അച്ഛനെ പരലോകത്തിലാണ് കാണുവാൻ കഴിയുന്നത്. ഇത് അലൗകിക വണ്ടർഫുൾ പിതാവാണ്. ഈ അലൗകിക പിതാവിനെ മനസ്സിലാക്കുന്നതിലാണ് കുഴങ്ങിപ്പോകുന്നത്. ശിവബാബയെക്കുറിച്ച് നിരാകാരൻ എന്ന് പറയും. നിങ്ങൾ പറയും അത് ബിന്ദുവാണ്. ഓടിപ്പോയാൽ അഖണ്ഡ ജ്യോതി എന്നും ബ്രഹ്മം എന്നും പറയുന്നു. അനേകം മതങ്ങളുണ്ട്. നിങ്ങളുടേതാകട്ടെ ഏക മതമാണ്. ഒരാളിലൂടെ ബാബ മതം നൽകുവാൻ ആരംഭിച്ചു. പിന്നെ എത്ര അഭിവൃദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിൽ ഇതുണ്ടായിരിക്കണം. നമ്മളെ ശിവബാബ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പതീതത്തിൽ നിന്നും പാവനമാക്കിക്കൊണ്ടിരിക്കുന്നു. രാവണ രാജ്യത്തിൽ തീർച്ചയായും പതീതവും തമോ പ്രധാനവും ആവുക തന്നെ വേണം. പേര് തന്നെ പതീത ലോകം എന്നാണ്. എല്ലാവരും ദുഃഖിതരാണ്. അപ്പോഴാണ് ബാബയെ ഓർമ്മിക്കുന്നത്. ബാബ നമ്മുടെ ദുഃഖം ദൂരെയാക്കി നമുക്ക് സുഖം നൽകും. സർവ കുട്ടികളുടെയും പിതാവ് ഒന്ന് തന്നെയാണ്. ആ ഒന്ന് എല്ലാവർക്കും സുഖം നൽകുമല്ലോ. പുതിയ ലോകത്തിലാകട്ടെ സുഖം തന്നെ സുഖമാണ്. മറ്റുള്ളവരെല്ലാം ശാന്തിധാമത്തിൽ നിവസിക്കുന്നു. ഇത് ബുദ്ധിയിലുണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മൾ ശാന്തിധാമത്തിലേക്ക് പോകും. എത്രത്തോളം സമീപം വന്നുകൊണ്ടിരിക്കുമോ അപ്പോൾ ഇന്നത്തെ ലോകം എന്താണ്, നാളത്തെ ലോകം എന്തായിരിക്കും, എല്ലാം കണ്ടുകൊണ്ടിരിക്കും. സ്വർഗത്തിൻ്റെ ചക്രവർത്തി പദം സമീപം കണ്ടുകൊണ്ടിരിക്കും. അതിനാൽ കുട്ടികളെ ഈ മുഖ്യ കാര്യം മനസ്സിലാക്കിച്ചു തരികയാണ്. ബുദ്ധിയിൽ ഈ ഓർമ്മയുണ്ടായിരിക്കണം. നമ്മൾ സ്കൂളിൽ ഇരിക്കുകയാണ്. ശിവബാബ ഈ രഥത്തിൽ സവാരി ചെയ്ത് നമ്മളെ പഠിപ്പിക്കുവാൻ വന്നിരിക്കുകയാണ്. ഇത് ഭാഗീരഥനാണ്. ബാബ വരുന്നതും തീർച്ചയായും ഒരു തവണയാണ്. ഭാഗീരഥൻ എന്ന പേര് എന്താണ്, ഇതും ആർക്കും അറിയില്ല. ഇവിടെ കുട്ടികളായ നിങ്ങൾ ബാബയുടെ മുന്നിലിരിക്കുമ്പോൾ ബുദ്ധിയിൽ ഓർമ്മയുണ്ടായിരിക്കണം. ബാബ വന്നിരിക്കുകയാണ്. നമുക്ക് സൃഷ്ടി ചക്രത്തിൻ്റെ രഹസ്യം പറഞ്ഞു തരുന്നു. ഇപ്പോൾ നാടകം പൂർത്തിയാകുന്നു. നമുക്ക് ഇപ്പോൾ പോകേണ്ടതുണ്ട്. ഇത് ബുദ്ധിയിൽ വയ്ക്കുന്നത് എത്ര സഹജമാണ്. പക്ഷേ ഇതുപോലും ഓർമ്മിക്കുവാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ചക്രം പൂർത്തിയാകുന്നു. നമുക്ക് പോകേണ്ടതുണ്ട്.
പിന്നെ പുതിയ ലോകത്തിൽ വന്ന് പാർട്ട് അഭിനയിക്കണം. നമുക്ക് ശേഷം ഇന്ന ആൾക്കാർ വരും. ഈ ചക്രം മുഴുവൻ എങ്ങനെ തിരിയുന്നു എന്ന് നിങ്ങൾ അറിയുന്നുണ്ട്. ലോകം എങ്ങനെയാണ് വൃദ്ധി പ്രാപിക്കുന്നത്? പുതിയതിൽ നിന്നും പഴയത്, പിന്നെ പഴയതിൽ നിന്നും പുതിയതാകുന്നു. വിനാശത്തിനു വേണ്ടി തയ്യാറെടുപ്പുകളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നാച്ചുറൽ കലാമിറ്റീസും ഉണ്ടാകേണ്ടതുണ്ട്. ഇത്രയും ബോംബുകൾ ഉണ്ടാക്കി വച്ചിരിക്കുകയാണ്. അപ്പോൾ ഉപയോഗത്തിൽ വരേണ്ടതുണ്ടല്ലോ. ബോംബുകളിലൂടെ തന്നെ ഇത്രയും കാര്യം നടക്കും. പിന്നെ മനുഷ്യരുടെ യുദ്ധത്തിൻ്റെ ആവശ്യമേ ഉണ്ടായിരിക്കില്ല. സൈന്യത്തെ പിന്നെ ഉപേക്ഷിക്കും. ബോംബുകൾ എറിഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഇത്രയും മനുഷ്യരേവരുടെയും തൊഴിൽ നഷ്ടപ്പെടും. അപ്പോൾ വിശന്ന് മരിക്കുമല്ലോ. ഇതെല്ലാം സംഭവിക്കേണ്ടതുണ്ട്. പിന്നെ പടയാളികളും മറ്റും എന്തു ചെയ്യും? എർത്ത് ക്വേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. ബോംബുകൾ വീണുകൊണ്ടിരിക്കും. അന്യോന്യം കൊന്നുകൊണ്ടിരിക്കും. ആവശ്യമില്ലാതെയുള്ള രക്തച്ചൊരിച്ചിലിൻ്റെ കളി ഉണ്ടാകേണ്ടതുണ്ടല്ലോ. അപ്പോൾ ഇവിടെ എപ്പോഴാണോ വന്ന് ഇരിക്കുന്നത്, അപ്പോൾ ഈ കാര്യങ്ങളിൽ രമണം ചെയ്യേണ്ടത് ആവശ്യമാണ്. ശാന്തിധാമത്തെയും സുഖധാമത്തെയും ഓർമ്മിച്ചു കൊണ്ടിരിക്കൂ. ഹൃദയത്തോട് ചോദിക്കൂ, നമുക്ക് എന്താണ് ഓർമ്മ വരുന്നത്? അഥവാ ബാബയുടെ ഓർമ്മ ഇല്ലെങ്കിൽ തീർച്ചയായും ബുദ്ധി എവിടെയോ അലയുന്നു. വികർമ്മവും വിനാശമാവുകയില്ല, പദവിയും കുറഞ്ഞു പോകും. ശരി, ബാബയുടെ ഓർമ്മ നിലനിൽക്കുന്നില്ലെങ്കിൽ ചക്രം സ്മരിക്കൂ. എങ്കിലും സന്തോഷം കയറിയേനെ. എന്നാൽ ശ്രീമത്ത് അനുസരിച്ച് നടക്കുന്നില്ല, സർവീസ് ചെയ്യുന്നില്ല എങ്കിൽ ബാബ്ദാദയുടെ ഹൃദയത്തിലും കയറുവാൻ സാധിക്കില്ല. സർവീസ് ചെയ്യുന്നില്ലെങ്കിൽ വളരെ പേരെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. ചിലരാണെങ്കിൽ വളരെ പേരെ തനിക്ക് സമാനം ആക്കി ബാബയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ബാബ കണ്ട് സന്തോഷിക്കുന്നു. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: സദാ ഹർഷിതമായിരിക്കുന്നതിനായി ബുദ്ധിയിൽ പഠനത്തിൻ്റെയും പഠിപ്പിക്കുന്ന ബാബയുടെയും ഓർമ്മ ഉണ്ടായിരിക്കട്ടെ. കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴും എല്ലാ കാര്യം ചെയ്യുമ്പോഴും പഠനത്തിൻ്റെ മേൽ പൂർണ്ണ ശ്രദ്ധ നൽകണം. ബാബ്ദാദയുടെ ഹൃദയത്തിൽ കയറുന്നതിനായി ശ്രീമത്തിലൂടെ വളരെ പേരെ തനിക്ക് സമാനം ആക്കുന്നതിൻ്റെ സർവീസ് ചെയ്യണം. ആരെയും ശല്യം ചെയ്യരുത്. വരദാനം: അശരീരി അവസ്ഥയുടെ ഇഞ്ചക്ഷനിലൂടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഏകാഗ്രചിത്തരായി ഭവിക്കട്ടെ. ഇതുപോലെ ഇക്കാലത്ത് അഥവാ ആരെങ്കിലും കൺട്രോളിൽ വരുന്നില്ലെങ്കിൽ, വളരെയധികം ശല്യം ചെയ്യുകയാണെങ്കിൽ, കുതിച്ചു ചാടുകയോ ഭ്രാന്തമാവുകയോ ചെയ്യുകയാണെങ്കിൽ, അവർ ശാന്തമാകുവാനായി അവർക്ക് അങ്ങനെയുള്ള ഇഞ്ചക്ഷൻ എടുക്കുന്നു. അതേപോലെ അഥവാ സങ്കല്പശക്തി താങ്കളുടെ കൺട്രോളിൽ വരുന്നില്ലെങ്കിൽ അശരീരി അവസ്ഥയുടെ ഇഞ്ചക്ഷൻ എടുക്കൂ. പിന്നെ സങ്കല്പശക്തി വ്യർത്ഥമായി ചാടുകയില്ല, സഹജമായി ഏകാഗ്രചിത്തമാകും. എന്നാൽ അഥവാ ബുദ്ധിയുടെ കടിഞ്ഞാൺ ബാബയ്ക്ക് നൽകിയ ശേഷം തിരിച്ചെടുക്കുകയാണെങ്കിൽ മനസ്സ് വ്യർത്ഥത്തിൻ്റെ പ്രയത്നത്തിലേക്ക് തള്ളിയിടുന്നു. ഇപ്പോൾ വ്യർത്ഥത്തിൻ്റെ പ്രയത്നത്തിൽ നിന്നും മുക്തമാകൂ. സ്ലോഗൻ: തൻ്റെ പൂർവിക സ്വരൂപത്തെ സ്മൃതിയിൽ വച്ച് സർവ ആത്മാക്കളോടും ദയ കാണിക്കൂ. അവ്യക്ത സൂചന: കമ്പൈൻഡ് രൂപത്തിൻ്റെ സ്മൃതിയിലൂടെ സദാ വിജയിയാകൂ. ഏതുപോലെ ശരീരവും ആത്മാവും രണ്ടും കമ്പൈൻഡായി കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു,
അതേപോലെ കർമ്മവും യോഗവും രണ്ടും കമ്പൈൻഡ് ആകണം. കർമ്മം ചെയ്യുമ്പോൾ ഓർമ്മ മറന്നു പോകരുത്. ഓർമ്മയിൽ ഇരിക്കുമ്പോൾ കർമ്മം മറക്കരുത്. കാരണം താങ്കളുടെ ടൈറ്റിൽ തന്നെ കർമ്മയോഗി എന്നാണ്. കർമ്മം ചെയ്തുകൊണ്ടും ഓർമ്മയിൽ ഇരിക്കുന്നവർ സദാ വേറിട്ടവരും പ്രിയപ്പെട്ടവരുമായിരിക്കും. ഭാരരഹിതം ആയിരിക്കും. നോളജ് ഫുള്ളിനോടൊപ്പം പവർഫുൾ സ്റ്റേജിൽ ഇരിക്കൂ. നോളജ് ഫുള്ളും പവർഫുള്ളും ഈ രണ്ട് സ്റ്റേജും കമ്പൈൻഡ് ആയിരിക്കട്ടെ. അപ്പോൾ സ്ഥാപനയുടെ കാര്യം തീവ്രഗതിയിൽ നടക്കും. ഓം ശാന്തി. ഓം ശാന്തി. ഏകാന്തമായിരുന്ന് അന്തർമുഖ അവസ്ഥയിൽ ആത്മഭാവത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ദേഹമാകുന്ന രഥത്തിൽ ദേഹിയായ ഞാൻ സാരഥിയായി സ്ഥിതി ചെയ്യുന്നു. എൻ്റെ സ്വധർമ്മം ശാന്തിയാണ്, പവിത്രതയാണ്. ശാന്തിയുടെയും പവിത്രതയുടെയും ആത്മീയ തരംഗങ്ങൾ ആത്മസ്വരൂപത്തിൽ നിന്നും നാനാഭാഗത്തും വ്യാപിക്കുന്നു. ജ്യോതി സ്വരൂപ ആത്മാവായ ഞാൻ ബുദ്ധിബലത്താൽ ദേഹത്തിൻ്റെ ആധാരം വേർപെടുത്തി പരംധാം ആകുന്ന എൻ്റെ ആത്മഗ്രഹത്തിലേക്ക് സഞ്ചരിക്കുന്നു. ഈ ജ്യോതി ദേശം എത്ര ശാന്തി നിറഞ്ഞതാണ്, എത്ര സ്വീറ്റ് സൈലൻസ് നിറഞ്ഞ. ഈ ദിവ്യലോകത്തിൽ ഞാൻ എൻ്റെ അനാദി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഈ സ്ഥിതിയിൽ എൻ്റെ അനാദി ഗുണങ്ങൾ അനുഭവവേദ്യമാകുന്നു. ശാന്തിയുടെയും ശക്തിയുടെയും പവിത്രതയുടെയും ഗഹനത ഞാൻ അനുഭവിക്കുന്നു. ഈ ജ്യോതി ദേശത്തിലെ പരമജ്യോതിയായ പരമാത്മാവിൻ്റെ ദിവ്യ സ്വരൂപത്തിലേക്ക് ഞാൻ എൻ്റെ മനസ്സും ബുദ്ധിയും ഏകാഗ്രമാക്കുന്നു. പരമാത്മാവിൻ്റെ സമീപത്ത് സ്ഥിതി ചെയ്ത് മന്മനാഭവ മന്ത്രത്തിൻ്റെ സ്വരൂപമായി ഞാൻ മാറുന്നു. ഈ ശ്രേഷ്ഠ സംഘത്തിൽ മഗ്നമായി ഇരിക്കുമ്പോൾ ആത്മാവിൽ സൈലൻസിൻ്റെ ശക്തി ശേഖരിക്കപ്പെടുന്നു. സർവ ആത്മീയ ഗുണങ്ങളുടെയും ശക്തികളുടെയും സമ്പന്നത കൈവരുന്നു.
സംഗമയുഗത്തിൽ മാത്രം ലഭിക്കുന്ന ഈ പരമാത്മാ കൂടിക്കാഴ്ചയുടെ ശ്രേഷ്ഠ സൗഭാഗ്യം ഞാൻ ആസ്വദിക്കുന്നു. ഈ പരമാത്മാ സംഘത്തിലൂടെ പ്രാപ്തമായ സമ്പന്ന അവസ്ഥ നിലനിർത്തി ഞാൻ ദേഹമാകുന്ന രഥത്തിൽ സാരഥിയായി യോഗയുക്ത അവസ്ഥയിൽ അവതരിക്കുന്നു.